UDF ഗവൺമെന്റിൽ അധികാരത്തിലെത്തുന്നതിന് മുന്നേ ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്തുള്ളത് സ്ത്രീകൾക്ക് KSRTC സൗജന്യ യാത്ര പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെപ്പോലുള്ള പ്രൈവറ്റ് സ്വകാര്യ ബസ്സുകൾക്ക് അല്ലെങ്കിൽ ജീവനക്കാർക്ക് എത്രത്തോളം സാമ്പത്തികമായിട്ട് ബാധിക്കുന്നതാണ് ചേട്ടൻ വരുന്നത്? സാമ്പത്തികം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് ബസ് വ്യവസായം തകർക്കുന്ന രീതിയിലുള്ള സംവിധാനം അവർ കൊണ്ടുവന്നാക്കുന്നത്. ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ കൂടുതൽ വണ്ടികളും മിനിമം ബാലൻസിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോരാത്തതിന് ഇപ്പോൾ ഡീസലിന് വില വർദ്ധിക്കാൻ പോകുന്നുണ്ട്. ഇതെല്ലാം കൂടി ആയി കഴിയുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ബസ് ഉടമകൾ ഓണേഴ്സ് അവർ ഈ വണ്ടികൾ G-ഫോമിൽ ഇട്ടിട്ട് കയറ്റിയിടേണ്ട അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ KSRTC തന്നെയല്ല, പ്രൈവറ്റ് വണ്ടികളിലാണെങ്കിൽ പോലും 70% യാത്രക്കാരും സ്ത്രീകളാണ്. അപ്പോൾ ഈ സ്ത്രീകൾക്ക് ഫ്രീ കൊടുക്കുന്ന പ്രൈവറ്റ് ബസ്സിലേക്ക് ആളില്ലാണ്ട അവസ്ഥ വരും. ഈ ആളില്ലാത്ത അവസ്ഥ വരുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടത്തിലേക്ക് പോകുമ്പോൾ വണ്ടികൾ സ്വാതന്ത്ര്യം മുതലാളികൾ അവർ G-ഫോമിൽ വണ്ടി കയറ്റിയിടും. ചില ടാക്സ് എടുക്കാൻ നിർത്തിയില്ല. ആ ഒരു ഇതിനകത്തേക്ക് വരും എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ കൂടുതൽ പറയാനുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാരിന് നഷ്ടം ഉണ്ടാക്കുന്ന ഒരു കേസാണ്. സർക്കാരിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാക്സ് ഇനത്തിലും ക്ഷേമനിധി ഇനത്തിലും നല്ലൊരു വരുമാനം സർക്കാരിലേക്കുള്ളതാണ്. അത് ഇതോടുകൂടി ഇല്ലാണ്ടാവും. വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടികൾ ഓടി ബാലൻസ് ഉണ്ടെങ്കിലല്ലേ ഓണേഴ്സ് ക്ഷേമനിധിയും ഇതൊക്കെ അടയ്ക്കുള്ളൂ. കൂട്ടത്തിൽ ഇൻഷുറൻസും തന്നെ ഉണ്ട്. ഇതെല്ലാം അടക്കണമെന്നുണ്ടെങ്കിൽ വണ്ടികൾ ഓടി ലാഭത്തിലായാലും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 70% സ്ത്രീകളാണ് എല്ലാ വണ്ടികളിലും. KSRTC-യിലാണെങ്കിലും പ്രൈവറ്റിലാണെങ്കിലും യാത്ര ചെയ്യുന്നത് 70% സ്ത്രീകളാണ്. അപ്പോൾ അവർ KSRTC-യിലേക്ക് പോകുന്ന വർഷം പ്രൈവറ്റിലേക്ക് ആളില്ലാണ്ടാവുകയും ഈ പ്രസ്ഥാനം നശിപ്പിച്ചുള്ള രീതിയിലേക്ക് ആവുകയും ചെയ്യും. അപ്പോൾ ഇതൊരു തെറ്റായ UDF-ന്റെ തീരുമാനമാണെന്ന് ചേട്ടൻ വിചാരിക്കുന്നു? ആ ഒരു തെറ്റായ സമീപനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പ്രായോഗികമായിട്ട് നടക്കാൻ സാധ്യതയില്ല. ഇത് ഭാവിയിലേക്ക് ഇത് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ 1-2 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെന്തെങ്കിലും വ്യതിയാനങ്ങൾ വരാൻ സാധ്യതയുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുഴുവനായിട്ട് സ്ത്രീകൾക്കുള്ള ചിലപ്പോൾ ഇനി വല്ല സീനിയർ സിറ്റിസൺ, അതായത് ഒരു 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കുള്ള രീതിയിൽ കൊടുക്കാനുള്ള സംവിധാനമായിട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സ്വകാര്യ ജീവനക്കാരെന്ന നിലയിൽ ഇത് നടക്കരുതെന്ന് ചേട്ടൻ ആഗ്രഹിക്കുന്നുണ്ട്? പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വകാര്യ ബസ്സിലെ ജീവനക്കാരുടെ തൊഴിൽ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ ലക്ഷം തൊഴിലാളികളാണ് ബസ്സിൽ പ്രൈവറ്റ് ബസ്സിൽ നമ്മൾ ഈ വ്യവസായത്തിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് വർഷം ഈ ബസ്സുകൾ കയറ്റിയിടുന്ന വർഷം നമ്മളുടെ തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബവും പട്ടിണിയാകും. അങ്ങനെ അപ്പം അവർക്ക് എന്തെങ്കിലും ജോലി കണ്ടെത്തേണ്ടതല്ലോ. അപ്പം അങ്ങനെ ഒരു ജോലി കണ്ടെത്താനായിട്ട് അവർ പറ്റില്ലല്ലോ. എന്തുകൊണ്ടായിരിക്കും ഈ രീതിയിലുള്ള യാതൊരു ഭാവിയെ കുറിച്ച് യാതൊരു കാഴ്ചകളും ഇല്ലാതെ വീക്ഷണവും ഇല്ലാതെ UDF ഗവൺമെന്റ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത്? അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ UDF ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ അധികാരം കിട്ടിക്കഴിഞ്ഞിട്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്നൊരു നിശ്ചയിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 വിധത്തിലുള്ള ഗ്യാരണ്ടികൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. വേറെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ UDF ഗവൺമെന്റ് മുഖ്യമന്ത്രി ആരായിരിക്കും ചേട്ടൻ്റെ അഭിപ്രായത്തിൽ? ചേട്ടൻ പറവൂർ മണ്ഡലമാണോ? അല്ല, ഞാൻ ഞാറക്കല വൈപ്പിൻ മണ്ഡലം. എൻ്റെ വിശ്വാസത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം 3 പേര് തമ്മിൽ തല്ലാണ്. അപ്പൊ എനിക്ക് ആര് വന്നാലും കുഴപ്പമൊന്നുമില്ല. സപ്പോസ് VD സതീശൻ മുഖ്യമന്ത്രി VD സതീശൻ നമ്മുടെ നാട്ടുകാരനായതുകൊണ്ട് VD സതീശൻ ഒന്നാണ് എനിക്ക് പൊതുവെ. ഇവരിൽ 3-ലും VD സതീശൻ ഒന്നാണ്. രീതിയിൽ കൊള്ളാവുന്നത് പുള്ളി മാത്രമാണ്. അതെ അതെ അതെ. ചെറുണ്ടെങ്കിൽ പുള്ളി കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ചെറുണ്ടെങ്കിൽ നമ്മൾ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളും അതായത് കോൺഗ്രസിനെ ഒന്ന് വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി സതീശൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിനെ വളരാൻ വേണ്ടി കഷ്ടപ്പെട്ടുള്ള VD സതീശൻ പറവൂര് വളരാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് കുറച്ച് ആൾക്കാർ പറയുന്നത്. അങ്ങനെ അഭിപ്രായം ഉണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പറവൂര് വികസനങ്ങൾ ഇപ്പൊ കോടതി വളപ്പിലാണെങ്കിലും മറ്റുള്ള നമ്മുടെ ബസ് സ്റ്റാൻഡിന് മുന്നിലാണെങ്കിലും ഈ റോഡുകളൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണ്. അതൊന്നും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു പബ്ലിക് ടോയ്ലറ്റ് പോലും ഇവിടെ ഇല്ല. പബ്ലിക് ടോയ്ലറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിവിടെ ഉള്ളത് നമുക്ക് ഇവിടെ ഉള്ളത് ടോയ്ലറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് ഉപയോഗിക്കുന്ന സാധനമാണ്. പബ്ലിക് ടോയ്ലറ്റ് ഒന്നും ഇല്ല ഇവിടെ. പറവൂര് പബ്ലിക് ടോയ്ലറ്റ് ഇല്ല. 25 വർഷമായിട്ട് VD സതീശൻ അത് അങ്ങനെ ഒരു തോന്നലേ ഉണ്ടായിട്ടില്ല. അതിനെക്കുറിച്ച് ആരും ഒന്നും പരാതിയും പറഞ്ഞിട്ടില്ല. അതിനൊരു മാർഗം ഉണ്ടാക്കിയിട്ടില്ല. മന്ത്രിയായിട്ട് പുള്ളിക്ക് പരിചയമല്ല. പുള്ളി MLA ആണ് 25 വർഷം, 5 വർഷം പ്രതിപക്ഷ നേതാവ്. എന്നിട്ട് ഡയറക്റ്റായിട്ട് മുഖ്യമന്ത്രി ആക്കേണ്ട ഒരു ആവശ്യകതയുണ്ടോ നിലവിൽ VD സതീശനെ? സീനിയർ നേതാക്കന്മാർ കോൺഗ്രസിൽ നിൽക്കുമ്പോൾ അവർ സീനിയർ നേതാക്കന്മാർക്കല്ലേ ഇത് കൊടുക്കുള്ളൂ, പ്രാമുഖ്യം കൊടുക്കുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിനകത്ത് ചെന്നിത്തല അല്ലെങ്കിൽ മറ്റേ PC വേണുഗോപാൽ അങ്ങനെ ആരെങ്കിലും ഒന്നായിരിക്കുള്ളൂ ആഗ്രഹം. അല്ല, പിണറായിയെ വെല്ലുന്ന നേതാവായിട്ട് മാറുമോ VD സതീശൻ മുഖ്യമന്ത്രി കസേര ഇരിക്കുകയാണെങ്കിൽ? അതെനിക്ക് പറയാൻ പറ്റില്ല. എന്താ അത്രയും
സാധ്യതയില്ല. ഇല്ല, നമുക്ക് അങ്ങനെ രണ്ട് നേതാക്കളെ തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റൂല. അത് ഞാനല്ല തീരുമാനിക്കേണ്ടത്, മറ്റുള്ള ജനങ്ങൾ, മറ്റുള്ള ആൾക്കാരാണ്. എനിക്കതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. ഇപ്പോൾ ചോദ്യം എന്ന് പറഞ്ഞല്ലേ, ഇപ്പോൾ ഈ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ഇവര് വാഗ്ദാനം പറഞ്ഞല്ല, കേരളം മൊത്തം കേട്ടതാണ്, KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സ്വകാര്യ ബസ്സുകൾക്ക് എന്താണ് അത് ഭയങ്കര രീതിയിൽ ബുദ്ധിമുട്ടാകാൻ സാധ്യതയില്ല? തീർച്ചയായിട്ടും ഈ KSRTCയിൽ സ്ത്രീകളെ ഈ സൗജന്യമായി കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വണ്ടിയിൽ കയറാൻ ആൾക്കാരുണ്ടാവും. ഈ ബഹുഭൂരിപക്ഷം സ്ത്രീകളാണ് വണ്ടിയിൽ കയറുന്നത്. വീട്ടു ജോലിക്കും സാധാരണ ഡേ ലൈഫ് ഇതിന് പോകുന്ന ആൾക്കാരാണ്. വീട്ടു ജോലി അങ്ങനെയുള്ള ആൾക്കാർ ഇതിന് പോണത്. ആണുങ്ങൾ കുറവാണ്. ഇങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ സ്വകാര്യ ബസ് മേഖല സ്തംഭിച്ചു പോകാൻ സാധ്യത തീർച്ചയായിട്ടും സ്തംഭിച്ചു പോകും. ഇപ്പം ഞങ്ങളെ പോലുള്ളവർക്കും അത് ശരിക്കും ബാധിക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിനോട് അനുകൂലമായൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഇത് ഞാൻ പറയണില്ല. ഇത് ഇവർക്ക് ഈ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ UDF ഗവൺമെന്റിന് ഇത് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണോ അതോ തെറ്റായ തീരുമാനമായെന്ന് ചേട്ടനതായിട്ട്? അല്ല, തെറ്റായ തീരുമാനമല്ല, ഇലക്ഷനല്ലേ, അവർക്ക് പല വാഗ്ദാനങ്ങളും ഉണ്ടാവുമല്ലോ. ബാക്കിയുള്ളവരുടെ കഞ്ഞൂടി മുട്ടിച്ചിട്ടല്ലല്ലോ വാഗ്ദാനം. ഇത് എന്നാലും ഇത് പ്രാബല്യത്തിൽ വരുമെന്ന് താങ്കൾക്ക് തോന്നണ്ട? അല്ല, കർണാടക സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതിനുള്ള വരുമാനം കാര്യങ്ങളുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു കൊച്ച് ഇതല്ലേ, അതിനുള്ള വരുമാനം ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ബസ്സിൽ നോക്കുകയാണെങ്കിൽ ഒരു 80% സഞ്ചരിക്കുന്ന സ്ത്രീകളായിരിക്കും. അപ്പോൾ അത് അങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ ഭയങ്കര രീതിയിൽ നമുക്ക് ബാധിക്കും. തീർച്ചയായിട്ടും പ്രൈവറ്റ് മേഖല നിന്നു പോവും. ഇപ്പോൾ ഈ പറഞ്ഞോട്ട് 80% സ്ത്രീകൾ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. ആണുങ്ങൾ വളരെ ചുരുക്കമാണ്. ആണുങ്ങളൊക്കെ അന്ന് 2 വീലർ അങ്ങനെയുള്ള ഇതും കൊണ്ടൊക്കെ പോകുന്ന ആൾക്കാരാണ്. അപ്പം ഇത് ശരിയായൊരു തീരുമാനമാണെന്ന് തോന്നണില്ല. നിങ്ങളെ വരുമാനം എന്താണ് കുറയാനും? തീർച്ചയായിട്ടും ഇപ്പൊ വണ്ടിക്ക് വരുമാനം ഉണ്ടായാലേ നമുക്ക് വരുമാനം ഉണ്ടാവുള്ളൂ. അല്ല, അപ്പൊ ഇത് കാണുന്നുണ്ട് ഗവൺമെന്റിന്റെ അധികാരികൾ, ഇത് കാണുന്നുണ്ട്, അവരോട് എന്താ പറയാനുള്ളത്? അത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഗ്ദാനങ്ങൾ പറയുമ്പോൾ നോക്കിയും കണ്ടും പറയുക. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിലുള്ള വാഗ്ദാനങ്ങൾ, പിന്നെ പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാനും ശ്രമിക്കുക. UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് അധികാരത്തിൽ വന്ന ശേഷം വാഗ്ദാനം എന്ന് പറഞ്ഞാൽ KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പറഞ്ഞു. അപ്പം നിങ്ങളെപ്പോലെയുള്ള സ്വകാര്യ ബസ്സുകൾക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഇടിവ് സംഭവിക്കാൻ സാധ്യതയില്ലേ? എന്താ പറയാനുള്ളത്? നമുക്കറിയില്ല മുതലാളി എന്തോ പ്രതിഷേധത്തിലേക്ക് പോകണമെന്നാ പറയണത്. അല്ല, നിങ്ങൾ ബസ്സിൽ സ്ത്രീകൾ ഭൂരിപക്ഷം വരുന്ന 80% സ്ത്രീകളാണ് യാത്ര ചെയ്യുന്നത്. പുരുഷന്മാരൊക്കെ കൂടുതൽ സ്ത്രീകളാണ്. ആ സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് കൊടുക്കുമ്പോൾ സ്വകാര്യ ബസ്സിൽ സ്ത്രീകൾ പൊതുവെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വരുമാനം കുറയും. നിങ്ങൾ ഡെയിലി വേജസ് അല്ലെങ്കിൽ സാലറി ബേസിലൊക്കെ കഴിയുന്നുണ്ടാവുക. അപ്പോൾ അത് കുറയാൻ സാധ്യതയില്ലേ? അപ്പോൾ ഇത് കാണുന്ന ഗവൺമെന്റിന് എന്ത് പറ്റി എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇപ്പൊ അറിയില്ല, ഇനി നിയമങ്ങള് നടപ്പിലായിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടല്ലേ ഉള്ളു. ഇങ്ങനത്തെ നിയമം നടപ്പാവരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, അങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. സൗജന്യമായിട്ട് ഇതായാലും നമ്മൊരു പ്രസ്ഥാനമായിട്ട് കൊണ്ട് നടക്കുന്നതല്ലേ. അപ്പൊ KSRTCയിൽ സൗജന്യമായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാല് നമ്മുടെ ഇത് എന്തായാലും ഒരു പ്രസ്ഥാനം ഇല്ലാണ്ടായി പോകും. അത് ഇല്ലാണ്ടിരിക്കട്ടെ എന്നാണ് പറയണത്. വരുമാനം എന്തായാലും കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറയും. അപ്പൊ ഇത് കാണുന്ന ഗവൺമെന്റിനോട് എന്താ പറയുന്നത്? നല്ലൊരു തീരുമാനം എടുക്കാൻ പറയണം. ഇതൊരു തെറ്റായ തീരുമാനം ചോദിച്ചു. തെറ്റാന്നല്ല, നമുക്കിപ്പോൾ അത് പറയാൻ പറ്റൂല. ഇപ്പം ഒരു വാഗ്ദാനം നൽകി, അത് എന്താണെന്ന് നമുക്ക് അറിയില്ല. ഇപ്പോൾ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് അവർ ഒരു പ്രകടന പത്രികയിൽ ഉന്നയിച്ച കാര്യം എന്ന് പറഞ്ഞാൽ KSRTC യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കെല്ലാം സൗജന്യ യാത്ര എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങളെപ്പോലെയുള്ള സ്വകാര്യ ബസ്സുകൾക്ക് എത്രത്തോളം സാമ്പത്തികമായിട്ടുള്ള ഇടിവ് സംഭവിക്കാൻ സാധ്യതയുണ്ട്? ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ 3 മാസം മുമ്പ് ടാക്സ് അടിച്ച് പോകുന്ന വണ്ടികളാണല്ലോ. ഒരുപാട് ഇപ്പോൾ സ്ത്രീകളിൽ നിന്നുള്ള 100-80% സ്ത്രീകളാണ് യാത്രക്കാരായിട്ട് സ്ത്രീകളാണ് ഉള്ളത്. അതുകൊണ്ട് KSRTC എങ്ങനെ തുടങ്ങുമ്പോൾ പ്രൈവറ്റ് മേഖല മൊത്തത്തിലൊരു അവതാളത്തിലേക്ക് പോകുന്നുള്ള എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ വരുമാനം മൊത്തത്തിൽ താഴാൻ ചാൻസ് ഉണ്ട്? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ രീതിയിലുള്ള വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവരുടെ കഞ്ഞൂടി മുട്ടിച്ചിട്ടല്ലല്ലോ ഇങ്ങനത്തെ രീതിയിൽ വാഗ്ദാനം കൊടുക്കേണ്ടതെന്നുള്ള ചോദ്യം വരുന്നുണ്ടല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏകദേശം 80% യാത്രക്കാർ സ്ത്രീകളാണെന്നാണ് തോന്നുന്നത്. ബസ്സിൽ കൂടുതൽ ആൾക്കാർ സ്ത്രീകളാണ് കയറുന്നതാണ്. അപ്പം അതുകൊണ്ട് ഇവർക്ക് സൗജന്യ യാത്ര കൊടുക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഈ രീതിയിൽ വേണോ ചെയ്യേണ്ടത്?
ഇപ്പോൾ ഒരു ഇലക്ഷൻ്റെതായിട്ട് ചെയ്താക്കുന്നൊരു ഇതാണുള്ളത്. കാരണം ഇത്തവണ ഇലക്ഷനിൽ അങ്ങനെ അധികാരം പിടിക്കുക എന്നുള്ള രീതിയിൽ തന്നെ വേണ്ടി ചെയ്താക്കുന്ന കാര്യങ്ങളായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ KSRTC എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് സംശയമുള്ള കേസാണ്. അതും പ്രായോഗികമായിട്ടൊക്കെ തോന്നുന്നില്ല. സൗജന്യ യാത്ര കൊടുക്കുന്നതും പ്രായോഗികമായിട്ട് തോന്നുന്നില്ല. നിങ്ങൾ അങ്ങനെ കൊടുത്താൽ തന്നെ സ്വകാര്യ നിങ്ങളെ പോലെയുള്ള ബസ് ഉടമകൾക്കും തൊഴിലാളികൾക്കും സാമ്പത്തികമായിട്ട് സംഭവിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. KSRTC സ്ത്രീകളെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകൾ പരമാവധി KSRTC ഇതാക്കാനുള്ള നോക്കുകയുള്ളൂ. KSRTC സഞ്ചരിക്കാനേ നോക്കുള്ളൂ. കാരണം പ്രൈവറ്റ് ബസ്സിലാകുമ്പോൾ പൈസ കൊടുക്കണം, അതിനകത്ത് ഫ്രീ ആയിട്ട് പോവാം. ആ രീതിയിൽ വരുമ്പോൾ എന്തായാലും സ്ത്രീകൾ KSRTC തന്നെ ആശ്രയിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇത് കാണുന്ന ഗവൺമെന്റിനോട് എന്താ പറയാനുള്ളത്? അല്ല, ഇപ്പോൾ വരാൻ പോണ ഗവൺമെൻറ്റാണല്ലോ ഇപ്പോൾ ഇതിങ്ങനെ പ്രഖ്യാപിച്ചേക്കണത്. അതിപ്പോൾ നമ്മളോട് എന്താ പറയാനുള്ളത് എന്ന് പറയാം. കാരണം അവർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കൊടുത്ത വാഗ്ദാനമാണല്ലോ. അപ്പോൾ അതാന്നൊരു ടെമ്പനി അവർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർ ദുരിതത്തിലാവുന്നുള്ളതാണ്. പ്രൈവറ്റ് മേഖല ദുരിതത്തിലാവുന്നുള്ളതാണ്.